ഹലോ, വെൽക്കം. അപ്പോൾ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്ന ഭവനത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട്, നമ്മുടെ സൈറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലോട്ടിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കേണ്ട ആദ്യത്തെ മെയിൻ ഘട്ടം എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. നമ്മൾ എവിടെയാണ് പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയുടെ സ്ഥാപനത്തിന്റെ അടുത്താണോ, അത് നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ അടുത്താണോ, പിന്നെ നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്ന മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ അടുത്താണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ സാധനങ്ങൾ നിങ്ങളുടെ പ്ലോട്ടിന് അടുത്ത് സൗകര്യപ്രദമായി കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഒരു ബെസ്റ്റ് ഐഡിയ ലൊക്കേഷൻ. അപ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലായാലും നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ ഈസി ആക്കാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൊക്കേഷനാണ്. പ്ലോട്ടിന്റെ രണ്ടാമത്തെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലോട്ടിന്റെ കോണ്ടെക്സ്റ്റ്, നെയ്ബർഹുഡ് അസസ്മെന്റ് എന്ന് പറയും. അതായത് നമ്മുടെ പ്ലോട്ട് മാത്രമല്ല, പ്ലോട്ടിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ശുചിത്വമുള്ള ചുറ്റുപാടാണോ നമുക്കുള്ളത്, ഒരു നല്ല അയൽവാസികളാണോ നമുക്കുള്ളത്, ഇതെല്ലാം നമ്മുടെ പ്ലോട്ടിനെ പറ്റിയുള്ള അതിന്റെ ചുറ്റുപാട് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മോശപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ ഒരു പ്ലോട്ട് കണ്ടെത്തുന്നത് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ഡെയിലി ലൈഫിനെ കൂടി അത് വളരെ അധികം സാരമായിട്ട് ബാധിക്കും. അപ്പം പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് തിരഞ്ഞെടുക്കുന്ന മുമ്പ് കുറച്ച് ദിവസം വേണമെങ്കിൽ പ്ലോട്ടിലേക്ക് പല സമയങ്ങളായിട്ട് പോയി നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു പ്ലോട്ട് നിങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് പല സമയങ്ങളായിട്ട് പോകാം. ചിലപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി നോക്കാം എങ്ങനെയായിരിക്കും അവിടെ വെള്ളക്കെട്ടുണ്ടോ, അല്ലെങ്കിൽ പലരോടും തന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാം ഈ പ്ലോട്ടിൽ എങ്ങനെയാണ്, ചുറ്റുപാടുകൾ എങ്ങനെയാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ആ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ പ്ലോട്ടിലേക്ക് ഒരു നല്ലൊരു ഗതാഗത സൗകര്യം ഉണ്ടോ, അതായത് നല്ല റോഡുകളുണ്ടോ. റോഡ് ആണെങ്കിൽ പോലും ഒരു ഏകദേശം 12 അടി വീതിയുള്ള റോഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ 4 വീലേഴ്സ് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ആ റോഡ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈദ്യുതി. നിങ്ങളിപ്പോ പ്ലോട്ട് മേടിച്ചിട്ട് അവിടേക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടാൻ എളുപ്പമാണോ, അപ്പൊ അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ കാര്യം കൂടി നോക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ്റെയോ വെള്ളം സൗകര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ കിണറിൽ നിന്ന് അല്ലെങ്കിൽ ബോർ വാട്ടർ അതൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിനുള്ള നല്ലൊരു വെള്ളം കിട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് കണക്ഷൻ. നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഗ്യാസ് കണക്ഷൻ്റെ ഒരു ലഭ്യതയും കൂടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പോർട്ട് എല്ലാം നോക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ചെറിയ പ്ലോട്ട് ഒരു സിറ്റിക്ക് അടുത്ത് അല്ലെങ്കിൽ ഹൈവേക്ക് അടുത്താണ് നമ്മൾ ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നോയ്സ് കൂടി നമ്മൾ കണക്കാക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നൊരു പീസ്ഫുൾ ആയിട്ട് ഒന്നിരിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് പിന്നെയും സിറ്റിയുടെ ബഹളം നമ്മൾ കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പോൾ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഹൈവേയിൽ നിന്ന് കുറച്ചൊന്നും മാറി നിന്ന് എന്നാൽ ഹൈവേക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ചെറിയ പ്ലോട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആ കാര്യം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് വലിയ പ്ലോട്ടാണെങ്കിൽ നമുക്ക് പിന്നെയും നോയ്സ് ഒക്കെ കട്ട് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ചെറിയ പ്ലോട്ടാണെങ്കിൽ ഒരുപാട് ഹൈവേക്ക് അടുത്ത് നിൽക്കാതെ അത് ഹൈവേ ആക്സസ് ഉണ്ടാവണം. കുറച്ചൊന്നും മാറി നിൽക്കുകയാണെങ്കിൽ അത് നമ്മളൊരു ലൈഫ് സ്റ്റൈലിന് അത് നല്ല സുഖമായിരിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡിന്റെ ടോപ്പോഗ്രഫിയാണ്. അതായത് ലാൻഡിന്റെ ഹൈറ്റ്, ലാൻഡിന്റെ ഷേപ്പ്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെരിഞ്ഞ പ്ലോട്ടാണെങ്കിൽ, കുത്തനെയുള്ള ഒരു പ്ലോട്ടാണെങ്കിൽ നമ്മൾ ആരുടെ ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോപ്പ് അനാലിസിസ് ചെയ്യും. അതായത് ആ പ്ലോട്ടിനെ ഒരു ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രത്തോളം സ്ലോപ്പ് ഏതൊക്കെ ഏരിയയിലാണ് വരുന്നുണ്ടെന്ന് നോക്കും. അപ്പൊ ഒരുപാട് കുത്തനുള്ള സ്ലോപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് ആക്ച്വലി കൺസ്ട്രക്ഷൻ കുറച്ച് മാറിയാണ് വെക്കാറ്. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ഒരു സ്ലോപ്പിംഗ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പൊ സ്ലോപ്പ് അനാലിസിസ് നമുക്ക് എത്ര ശതമാനമാണ് നമ്മുടെ ആ ഭൂമിയുടെ ചെരിവെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ
മാക്സിമം ഒരു പരിധിയിൽ കൂടുതൽ ചെലവായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ ആക്ച്വലി മാറ്റി വെക്കാറാണ് പതിവ്. പക്ഷെ നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ പ്ലോട്ടിന്റെ ലഭ്യത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചില സമയത്ത് നമുക്ക് സ്ലോപ്പിംഗ് സൈറ്റ് ആയിരിക്കും അവിടെ ലഭ്യത ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് അവിടെ കൺസ്ട്രക്ഷൻ പാടില്ല എന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കുറച്ചും കൂടെ ചെലവേറിയതായിരിക്കും അവിടെ. പക്ഷെ അതിനനുസരിച്ച് കുറച്ചും കൂടെ സർപ്രൈസിങ് എലമെന്റ്സ് ഒക്കെ നമുക്ക് ആ സൈറ്റിൽ നിന്ന് കിട്ടിയേക്കാം. കാരണം ഒരു വ്യത്യസ്തമായ ഒരു ബിൽഡിംഗ് ഒക്കെ നമുക്ക് സ്ലോപ്പ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നിരപ്പായിട്ടുള്ള ഭൂമിയാണ് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ ഭൂമിയുടെ ലഭ്യത അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാ സമയവും നമുക്കൊരു നിരപ്പായ ഭൂമി കിട്ടണമെന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്ലോപ്പിലും നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഒരു പൊതുവായിട്ടൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു ഹോട്ട് ഹ്യൂമിഡ് ആണ്. അതായത് ഹ്യൂമിഡിറ്റി നമുക്കുണ്ട്. ഹ്യൂമിഡിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആ വെന്റിലേഷൻ വേണം. അതായത് എയർ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു സൈറ്റിന്റെ ഒരു മൈക്രോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സൈറ്റ് എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു, ഏത് ദിശയിലേക്കാണ് നമുക്ക് ആക്സസ് വരുന്നത്, ആ ദിശയിലേക്ക് നമ്മുടെ ഏത് ദിശയിലേക്കാണ് ഫേസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ സണ്ണിന്റെ ഒരു പൊസിഷനും അതുപോലെ തന്നെ വെന്റിലേഷൻ എയർ ഫ്ലോ എങ്ങോട്ടാണ് വരുന്നത്, അതൊക്കെ ഈ മൈക്രോ ക്ലൈമറ്റിന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലോട്ട് മേടിക്കുന്ന മുമ്പ് ഒരു സൈറ്റ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബെറ്റർ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു 1-2 പ്ലോട്ട് കണ്ട് 1-2 ഓപ്ഷൻസ് നമുക്കുണ്ടെങ്കിൽ ഒരു മുൻകൂട്ടി ധാരണകൾ സമീപിക്കുകയാണെങ്കിൽ നമുക്കൊരു സൈറ്റിന്റെ ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ആ സൈറ്റിന് സ്കോപ്പുകളുണ്ട്, എന്തൊക്കെ ആ സൈറ്റിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് സജഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മുടെ പ്ലോട്ടിനോട് ചേർന്നുള്ള ഏരിയയിൽ ഏത് തരത്തിലാണ് അതിന്റെ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ആവുന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പ്ലോട്ട് മേടിക്കുന്ന അവസ്ഥയിൽ തന്നെ അടുത്ത എയർപോർട്ടുകളോ അല്ലെങ്കിൽ ഒരു റെയിൽവേ ഭൂമിയോ അല്ലെങ്കിൽ ഒരു ഡിഫൻസിന്റെ ആർമി ക്യാമ്പുകളോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് റൂൾ പ്രകാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ വരുന്നത്, എന്തൊക്കെ സോണിലാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്, അതിന് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ പ്ലോട്ട് തിരഞ്ഞെടുക്കുന്ന മുമ്പ് ആ കാര്യം കൂടി നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ റോഡ് വൈഡനിങ്, അപ്പൊ പുതിയൊരു പ്രപ്പോസൽ അവിടെ വരുന്നുണ്ടോ, ഈ ബിൽഡിങ്ങിന്റെ പ്ലോട്ട് ഇരിക്കുന്ന ഏത് സോണിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ബെറ്റർ ആയിരിക്കാം. അടുത്തതായിട്ട് അവിടെ വരാൻ പോകുന്ന ഡെവലപ്മെന്റുകൾ എന്താ, ഇനി നമ്മുടെ റോഡ് വികസനം വരുന്നുണ്ടോ. അപ്പൊ റോഡ് വികസനം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലോട്ട് അതിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ കൂടി അത് ബാധിക്കുന്ന കാര്യമാണ്. പുതിയതായിട്ട് വേറൊരു ഡെവലപ്മെന്റ് അവിടെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലോട്ടിന്റെ മൂല്യത്തെയും കൂടി അത് ബാധിക്കും. പിന്നെ നമ്മുടെ പ്ലോട്ടിന് ചുറ്റായിട്ട് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു വലിയ ഹൗസിംഗ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടൊരു ഒരു ബിൽഡിംഗ് വരുന്നുണ്ടോ, ഒരു മാളുകളോ സൂപ്പർ മാർക്കറ്റുകളോ വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ ആ ഒരു പ്ലോട്ടിന്റെ മൂല്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ മൂല്യം കൂടാനും അതുപോലെ തന്നെ മൂല്യം കുറയാനും ഉള്ള ചാൻസുകളുണ്ട്. ഇപ്പൊ വലിയൊരു ആക്ടിവിറ്റി ഏരിയ അല്ലെങ്കിൽ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ ഹബ്ബ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലോട്ടിന് ഒരു റെന്റ് ഔട്ട് സാധ്യത കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് റെന്റ് ഔട്ട് സാധ്യത കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ സ്റ്റൈലിൽ തന്നെ അതിന് കൂടി ഒരു പരിഗണന നൽകുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെന്റ് കൂടി നമ്മൾ പ്ലോട്ടിനെ തിരഞ്ഞെടുക്കുന്നത് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള ജലാശയങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു CR-Z സോൺ, നമുക്കൊരു കായലിന്റെ തീരത്തോ അല്ലെങ്കിൽ ഒരു കടലിന്റെ തീരത്തോ ആണ് പ്ലോട്ടെങ്കിൽ CR-Z എന്നുള്ള സോൺ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സോണിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് മാത്രമേ നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ പണിയാൻ പറ്റുള്ളൂ. ഇൻ കേസ് അത് ഈ ഒരു ഭൂമി ഒരു ജലാശയം നികത്തി ഉണ്ടാക്കിയതാണോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു പ്ലോട്ട് ഇല്ലീഗൽ പ്ലോട്ടായിട്ട് മാറുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ എന്തായാലും പരിഗണിക്കാം. ഇപ്പൊ ഒരു CR-Z സോണിന്റെ കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ പ്ലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആക്ച്വലി കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല. അപ്പൊ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റും അഫോർഡബിലിറ്റിയാണ്. നമ്മളൊരു പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് നമ്മളൊരു ബഡ്ജറ്റിന് അനുയോജ്യം ആണോ എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഓവർ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇനി നമ്മുടെ അടുത്തൊരു ലൈഫ് സ്റ്റൈൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ലൈഫ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഫോർഡബിലിറ്റി, അതായത് ഈ ഒരു പ്ലോട്ട് നമ്മൾ പ്ലോട്ട് മേടിച്ചതിന് ശേഷമുള്ള റണ്ണിങ് ടൈം കൂടി നമുക്ക് അഫോർഡബിൾ ആണെന്നുള്ളത് കൂടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു ബിൽഡിംഗ് ടാക്സുകളും എല്ലാം ഇതിനനുസരിച്ചാണ് വരിക. ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ, ഒരു കോർപ്പറേഷൻ ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഏരിയ ആണെങ്കിൽ, ഇതെല്ലാം നമ്മുടെ ടാക്സും
കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആ കാര്യം കൂടി നമ്മൾ പരിഗണിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലീഗാലിറ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പ്ലോട്ട് ഒരു തർക്കത്തിന് കിടക്കുന്ന പ്ലോട്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ അതിനുള്ള പ്ലോട്ടാണോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് അതിന്റെ പേപ്പേഴ്സ് ക്ലിയർ ആണോ, അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഒരു ഭൂമിയാണ്, അത് നിലം ഭൂമിയാണോ അതോ പുരയിടം ഭൂമിയാണോ എന്നുള്ള കാര്യം കൂടി നമ്മളത് വെരിഫൈ ചെയ്യണം. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതായത് പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അത് ആ ഒരു പ്ലോട്ടിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോൺ ഏരിയയിലുള്ള ഒരു പ്ലോട്ടാണോ എന്നതുകൂടി നമ്മുടെ സേഫ്റ്റി കൺസേൺ ആണ്. അതേപോലെ തന്നെ ആ പ്ലോട്ടിന്റെ മണ്ണ് എത്രത്തോളം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു മണ്ണാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു നിലം ഭൂമി ആയിരുന്നു, അല്ലെങ്കിൽ അത് മുന്ന് ജലാശയമായിരുന്നത് നമ്മൾ നികത്തി അത് ഭൂമിയാക്കി എടുത്തതാണോ, ഈ കാര്യങ്ങൾ കൂടി അതിൻ്റെ ഒരു ഫ്യൂച്ചർ പാസ്റ്റ് കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനനുസരിച്ചായിരിക്കാം നമ്മൾ പ്ലോട്ട് എടുക്കുമ്പോൾ പ്ലോട്ടിലേക്ക് കൺസ്ട്രക്ഷൻ കൊണ്ടുവരുമ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹിസ്റ്ററി എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു പ്ലോട്ട് മേടിക്കാൻ നിങ്ങൾക്ക് അതിൽ ഒരുപാട് പരിചയസമ്പത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരുപാട് പരിചയസമ്പത്തും ഒരുപാട് പ്ലോട്ട് അനാലിസിസും ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റുമാർ, എഞ്ചിനീയർമാർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസികളെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലോട്ട് മേടിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൂടി അവരായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ അത് വളരെയധികം ബെറ്റർ ആയിരിക്കും. അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഒന്ന് ഗൈഡ് ചെയ്യാനും കൂടി സാധിക്കും. അപ്പൊ അവസാനമായിട്ട് ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലോട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഉറപ്പിക്കാൻ വേണ്ടി അത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ഒരു പ്ലോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് വളരെയധികം സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്റെ ഈ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.